ഇത് ഓഡി V6 എഞ്ചിനാണ്. V6 എഞ്ചിൻ്റെ ടൈമിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇത് ഓഡി A8 ആണ് എഞ്ചിൻ. അപ്പോൾ നമ്മൾ V8-ൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ടൈമിങ്. ഇതിനകത്ത് റൈറ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഹെഡ് ഇത്, ലെഫ്റ്റ് സൈഡ് ഹെഡ് ഇത്, ഹൈ പ്രഷർ പമ്പ് ഇതാണ്, ഇത് ബാലൻസറാണ്, ഇത് ക്രാങ്കാണ്. ഇതിൻ്റെ ടൈമിങ് എപ്പോഴും റിയറിലാണ് വന്നത്. റിയർ ഫ്ലൈ വീൽ സൈഡാണ് ടൈമിങ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ ക്രാങ്ക് ലോക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാങ്കിൻ്റെ അടിയിൽ നമ്മൾ ഇവിടെ നിന്ന് ക്രാങ്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അന്നേരം റൈറ്റ് സൈഡിൽ റിയർ ഈ ഹെഡിൻ്റെയാണ് ഒന്നാമത്തെ പിസ്റ്റൺ ടോപ്പായിട്ട് നിൽക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയാൻ പറ്റില്ല. ഈ റൈറ്റ് സൈഡിൽ ടൈമിംഗ് സൈഡ് ഉള്ള പിസ്റ്റൺ ടോപ്പാണ് ഒന്നാമത്തെ വന്ന് നിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മളിത് ടൈമിംഗ് ടൂളായിട്ടോ ഒന്നുമല്ല, നമ്മുടെ മെക്കാനിക്കുകളുടെ ഐഡിയ പ്രകാരം മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈമിംഗ് ലോക്ക് ചെയ്തേക്കണം. എല്ലാം വാൽവുകൾ ഇട്ടിട്ടാണ് എല്ലാം ലോക്ക് ചെയ്യുന്നത്. ടൈമിംഗ് ടൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനായിട്ട് പ്രത്യേകം സ്പെഷ്യൽ ടൂളോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ ഒരു ഗൈഡും അതിൻ്റെ അകത്ത് വാൽവ് ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മെക്കാനിക്കുകളുടെ സ്കില്ല് പ്രകാരമാണ് നമ്മളിത് ചെയ്തേക്കണേ. ഇതാണ് ടൈമിങ്. ഇത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, പമ്പ്, ബാലൻസറിൻ്റെ ക്രാങ്ക്. അപ്പോൾ ടൈമിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രാങ്കാണ് നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്യണേ. ക്രാങ്ക് നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടോപ്പ് പമ്പിൻ്റെ ടൈമിങ് ഇവിടെയാണ്. അതായത് പമ്പിൻ്റെ ടൈമിങ് നമ്മൾ വാൽവിട്ട് ഇവിടെ സെൻറ്റർ വെച്ചിട്ട് നമ്മളിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലോക്ക് ചെയ്യണത് ഇവിടെയാണ്. ഇത് ഫുള്ളായിട്ട് ലോക്കായി നിൽക്കും. ഇതാണ് അതിൻ്റെ ടൈമിങ്. ഇത് ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ടൈമിങ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയിൻ കയറ്റിയിട്ട് ഇതെല്ലാം ടൈമിങ് കയറ്റിയിടുക. ടൈമിങ്ങിലെല്ലാം ക്രാങ്ക്, ക്യാമ്, പമ്പ് എല്ലാം ഇതിട്ടിട്ട് ബാക്കി ടൈമിംഗ് ചെയിൻ കയറ്റിയിട്ട് ടെൻഷനറാണ്. ഇത് ഒരു ടെൻഷനർ, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ടെൻഷനർ, ഉള്ളിലത്തെ ചെയിൻ്റെ ടെൻഷനറും ഈ രണ്ട് ടെൻഷനാണ് മൊത്തത്തിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ടൈമിംഗ് ആയിട്ട് ഉള്ളത്. ഇനി എൻജിൻ ഫുൾ എൻജിൻ നമ്മളിത് പണിതേക്കുന്നതാണ്. ഫുൾ എൻജിൻ ബ്ലോക്ക് കഴിച്ച് ഹെഡൊക്കെ കണ്ടീഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഫുൾ ക്ലീൻ ചെയ്ത് കയറ്റിയേക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതാണ്. നമുക്ക് ടൈമിംഗ് ലോക്ക് വിരിയിച്ചിട്ട് നമുക്കൊന്ന് കറക്കി നോക്കാം. ക്രാങ്കിൻ്റെ ലോക്ക് എടുത്തു. ടൈമിങ് ടെൻഷൻ വലിക്കുന്നതാണ്. ടൈമിങ് ലോഡായി. ലോഡായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇത് വാട്ടർ പമ്പാണ്. വാട്ടർ പമ്പ്, ഓയിൽ ഫിൽറ്റർ ബോഡി. ആ